കൂട്ടുകാരെയും ജെഫോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? അതായത് നമ്മളോട് ഇങ്ങനെ കുറേ പേര് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് കേട്ടോ. നമ്മൾ ബാൽസം ചെടീനെയൊക്കെ വളർത്താൻ ഇഷ്ടപ്പെടുന്നവരാണല്ലേ, ഒത്തിരി അതിന് ആരാധകരുണ്ടെന്ന് എനിക്കറിയാവേ. അപ്പം ആ ഒരു ചെടീനെ ഇങ്ങനെ നമ്മൾ കുറേ നാൾ നട്ട് വളർത്തിയതിന് ശേഷം നമുക്ക് ആ ചെടിക്കൊരു മുരടിപ്പ് വരാറുണ്ട്. അപ്പം അങ്ങനെ മുരടിപ്പ് വന്ന ചെടീനെ പിന്നെ നമ്മൾ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്, അതെങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ അതായത് ഈ ഒരു മുരടിപ്പ് അല്ലെങ്കിൽ കുരുടിപ്പ് എന്നൊക്കെ പറയും കേട്ടോ, ഇതുപോലെയുള്ള ഒരു രോഗാവസ്ഥയ്ക്ക്. അപ്പം ഈ ഒരു ചെടിയിൽ ഇത് കണ്ടോ, നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ബാൾസം പ്ലാന്റ് ആണ്. ഇതിന് വന്നേക്കണ ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ നമ്മുടെ ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഫുള്ളും ഇതാ പൂവുമില്ല, മൊട്ടുമില്ല, ഒന്നുമില്ല. ഈ ചെടി ഫുള്ളും ഇങ്ങനെയായി നിൽക്കുവാണ്. ഇതെന്നൊക്കെ പറഞ്ഞാൽ മുരടിപ്പിൻ്റെ അങ്ങേയറ്റത്തെ സ്റ്റേജാണ്. ഇനി ഇതിലോട്ടൊന്നും വരാനില്ല കേട്ടോ, അതുപോലെ ആയി നിൽക്കുവാണ്. അപ്പം നമ്മുടെ കൈവശം നമ്മൾ വളർത്തുന്ന ചെടികളിൽ ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഒന്നുകിൽ നമ്മൾ ഈ ഒരു ചെടീനെ ഇത് നമ്മളിങ്ങനെ ചോട് ചേർത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ബാൾസം ചെടീൻ്റെ ഏറ്റവും നല്ലൊരു അതിൻ്റെ ഒരു എന്താ പറയുക, നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടി ഉണ്ടല്ലോ, നമുക്ക് വീണ്ടും വീണ്ടും കട്ട് ചെയ്ത് നമ്മൾ നനച്ച് കൊടുക്കുമ്പോൾ പുതിയ പുതിയ ചെടികൾ പുതിയ ചെടിയായിട്ട് വരും കേട്ടോ. അത് ഈ ഒരു ചെടീൻ്റെ ഭയങ്കര പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര നശിച്ചു പോകാൻ നിൽക്കുന്ന ചെടിയാണെങ്കിലും നമ്മൾ ഈ ഒരു ചെടീനെ നമ്മളിങ്ങനെ താഴ്ത്തി കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് പുതിയ ചെടിയായി വരും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ഈ ചെടീൻ്റെ അടിവശത്ത് നിന്ന് കണ്ടോ ഇങ്ങനെ ചെറിയ തളിർപ്പുകളായിട്ട് കണ്ടോ. ഇത് കണ്ടോ, ഈ ഒരു ചെടീൻ്റെ ചോട്ടിൽ തന്നെ കണ്ടോ കുറേ കുഞ്ഞു കുഞ്ഞ് പുതിയ തളിർപ്പുകൾ വരുന്നത്. അപ്പം നമ്മൾ ഈ മുകളിലുള്ള ഇത് മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കുമ്പം ഇതുപോലെ ഇങ്ങനെ കുഞ്ഞ് തളിർപ്പ് വന്ന് ഇതിനെ നമ്മൾ നല്ല രീതിയിലുള്ള വളങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരും കേട്ടോ. ഈ ഒരു ചെടീനെ നമുക്ക് മൊത്തമായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കൈവശം ഇതുപോലത്തെ ചെടികളുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ചെടികളുടെ അടുത്ത് നമ്മൾ വെക്കാനേ പാടില്ല. ഇത് ഇങ്ങനെ ഒരു രോഗം നമുക്ക് പിടിപെട്ടാൽ വീണ്ടും അടുത്തിരിക്കുന്ന മറ്റു ചെടികൾക്കും കൂടെ ഇത് പകരും കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ ഇങ്ങനെയുള്ള കാരണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകം നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ചെടീനെ മാറ്റി വെക്കണേ. അപ്പോൾ ഇനി ഇതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളൊക്കെ ഇവിടെ ബാൾസം ചെടീനെ ഏറ്റവും കൂടുതൽ വളർത്താനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. മറ്റുള്ള ഒരു ചെടി പോലെ അല്ല കേട്ടോ, നമുക്കിതിനെ ഇങ്ങനെ നശിച്ച് പോയാൽ നമുക്ക് രക്ഷിച്ചെടുക്കാം. ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇത്രയും മുരടിച്ച് നിൽക്കുന്ന ആ ഒരു ചെടീൻ്റെ കമ്പുകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞപ്പം ഇത് കണ്ടോ, ഈ ഒരു ചെടീൻ്റെ ചോട്ടിൽ നിന്നും നമുക്കിതാ പുതിയ ചെടികൾ കുഞ്ഞി തളിർപ്പായിട്ട് വരാനായിട്ട് തുടങ്ങി. അപ്പം ഈ കുഞ്ഞി തളിർപ്പിലും കണ്ടോ ഇതുപോലെ ഇപ്പോൾ ഈ ഒരു ചെടി ഇതിലിങ്ങനെ കുരുടിപ്പുള്ളത് കൊണ്ട് ആ കുഞ്ഞി വരുന്ന ആ ഒരു തളിർപ്പിലും പിന്നെ ചെറിയൊരു കുരുടിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ കുരുടിപ്പ് വന്ന ഭാഗം നമ്മൾ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ചെടിയിൽ നിർത്തരുത്, ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് മൊത്തം ക്ലീനാക്കി എടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഇതിലൊരു പെസ്റ്റിസൈഡും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പം അതെന്താണെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മളുണ്ടല്ലോ ഇതുപോലെ ഈ ഒരു രോഗം വന്ന ചെടീനെ നമ്മൾ ഒരു കാരണവശാലും എടുക്കരുത് കേട്ടോ. നമ്മൾ ചിലവർ പുതിയ കട്ടിങ്സൊക്കെ കുത്തിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കും, പക്ഷെ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. അപ്പം നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചേക്കുന്ന ഈ ഒരു പെസ്റ്റിസൈഡിൻ്റെ പേരാണ് ജമ്പ്. അപ്പം ഇതൊരു കെമിക്കലാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ ചെടികൾക്ക്, അതായത് ഇതുപോലെയുള്ള രോഗങ്ങൾ വല്ലാതെ ചെറിയ രീതിയിലൊന്നും കുഴപ്പമില്ല. ഇതുപോലെ ഞാനിപ്പോൾ നമ്മുടെ ചെടിയിൽ കാണിച്ചു തന്നതുപോലത്തെ ഒരു രോഗാവസ്ഥയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കുറച്ച് കെമിക്കലായിട്ടുള്ള സംഭവം കൊടുത്താൽ ആണ് കേട്ടോ നമ്മുടെ ചെടികളെ നമുക്ക് വീണ്ടും നല്ല രീതിയിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇത് നമ്മൾ വാങ്ങുന്നത് വളം വിൽക്കുന്ന ഷോപ്പിൽ കിട്ടും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും എന്ന് തോന്നണം, എനിക്കറിയില്ല കേട്ടോ, ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇത് നമ്മുടെ ചെറിയ ഈസ്റ്റിൻ്റെ തരി പോലെയാണ് കേട്ടോ ഉണ്ടാവുക. നമ്മൾ അധികം ഒന്നും എടുക്കരുത് കേട്ടോ, വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. ഇതാ ഒരു ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ, കണ്ടോ, ഒരു 1/2 ഗ്രാമെങ്ങാനേ കാണുള്ളൂ, അത്രയും നമ്മൾ എടുക്കുന്നുള്ളൂ. ഇതാ കറക്റ്റ് ഇതാട്ടോ, ഈസ്റ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ കേട്ടോ ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം വെള്ളം ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കണ ഈ ഒരു പെസ്റ്റിസൈഡ് നമ്മുടെ ചെടികളിലൂടെ നമുക്ക് നല്ലോണം ഇങ്ങനെ ഇലകളിലൂടെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം.
നല്ലോണം സ്പ്രേ ചെയ്തതിന് ശേഷം വേറൊരു സ്ഥലത്ത് മാറ്റി വെക്കണേ. അപ്പം നമ്മുടെ ഇവിടുത്തെ പൂച്ചെടികൾ കണ്ടിട്ടുണ്ടല്ലോ, പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ചെടികൾ എങ്ങനെയാണ് ഇത്രയും നല്ലൊരു ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതെന്ന്. അപ്പോൾ ചെടികളുടെ ലീഫുകൾ കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ഹെൽത്തി ആയിട്ടാണല്ലേ നിൽക്കുന്നത്. അപ്പം എല്ലാവർക്കും, അതായത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ചു തന്ന പോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളുടെ ലീഫുകളുണ്ടല്ലോ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വരികയും ചെയ്യും. അതുകൂടാതെ എല്ലാ തളിർപ്പയിലും ഇങ്ങനെ നിറഞ്ഞ് മുട്ടുകൾ വന്ന് ചെടികൾ ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കുവേ. അതുപോലെ നമ്മുടെ ഏതൊക്കെ ചെടികൾക്ക് ഈ ഒരു പ്രശ്നമുണ്ടോ നമ്മുടെ എല്ലാ ചെടികൾക്കും നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ചെടികളുടെ മുട്ട് കരിച്ചിൽ. അപ്പം ഇതൊക്കെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പറയുമ്പം പലരും ചോദിക്കും ചെടികളുടെ മുട്ട് കരിയുന്നതിന് പറ്റുമെന്ന്. അപ്പം എല്ലാം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഫംഗസ് ഉണ്ടോ അതിനൊക്കെ നമ്മുടെ ഈ ഒരു ഇത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നല്ല വെയിലൊക്കെയാണ്, എല്ലാവരും നമ്മുടെ ചെടികളെ നല്ല രീതിയിൽ കെയർ ചെയ്യണേ. ബൈ ബൈ.